നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടുന്നതിന് കാരണമായി തീർന്നെങ്കിൽ ആ പ്രതികൂലങ്ങൾക്കും ആ പ്രതിസന്ധികൾക്കും ഒരു സന്തോഷമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, നിങ്ങളുടെ ശത്രുക്കളാണ് നിങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചെങ്കിൽ, നിങ്ങളുടെ ശത്രുക്കളാണ് നിങ്ങൾക്ക് വിരോധമായി നിന്ന വ്യക്തികളാണ് ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് നിങ്ങൾ വരുവാൻ കാരണക്കാരായി തീർന്നതെങ്കിൽ അവരോടെല്ലാവരോടും ഒരു താങ്ക് യു പറയണം. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വ്യക്തികളോ സാഹചര്യങ്ങളോ നിങ്ങളുടെ കൂടുതലായി ദൈവത്തിലേക്ക് അടുപ്പിച്ചെങ്കിൽ, ദൈവ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ, ആർക്കും ലഭിക്കാത്ത പാപവിമോചനവും വിടുതലുകളും ഒക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ വരുവാനിടയായെങ്കിൽ നിങ്ങൾ അവരോടെല്ലാം നന്ദിയുള്ളവരായിരിക്കണം. ആരോട്? നിങ്ങളെ എതിർത്തവരോട്, നിങ്ങളെ വിമർശിച്ചവരോട്, നിങ്ങളെ കളിയാക്കിയവരോട്. കാരണം അവര് കാരണമാണല്ലോ നിങ്ങൾ ഒത്തിരി കരഞ്ഞേ, അവര് കാരണമാണല്ലോ നിങ്ങൾ ഒത്തിരി ഉപവസിച്ചേ, അവര് കാരണമാണല്ലോ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് പറ്റി നിൽക്കുകയും ചെയ്തത്. അപ്പോഴാണല്ലോ ദൈവത്തിന്റെ സ്നേഹം എന്താണെന്നും മനുഷ്യന്റെ സ്നേഹം എന്താണെന്നും മനസ്സിലായത്. അപ്പോഴാണല്ലോ ദൈവത്തിന്റെ കൃപയും അവന്റെ കരുതലും അവന്റെ സൂക്ഷിപ്പും മനസ്സലിവും എന്താണെന്ന് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളോട് പറയുന്നു, പ്രതികൂലങ്ങൾ ഒരിക്കലും പരാജയത്തിനല്ല, നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുവാനും നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനും ദൈവപ്രവൃത്തികൾ നമ്മിൽ വെളിപ്പെട്ടു വരുവാനുമാണ്.